ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിച്ച ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭൂരിപക്ഷം ആളുകളും ഹാർട്ട് അറ്റാക്കിന് ശേഷം ഒരു ഹൃദ്രോഗിയെ പോലെ വല്ലാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞുകൂടുക. ചില ആളുകൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കാണെങ്കിൽ വീണ്ടും അറ്റാക്ക് പോലും വരുന്നുമില്ല. ഹാർട്ട് അറ്റാക്കിന് ശേഷം ഇതുപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ പിന്തുടരുന്ന 3 സ്റ്റെപ്പുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള വ്യക്തികൾ ഹാർട്ട് സംബന്ധമായിട്ട് അവർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവരാണ്, ശ്രദ്ധിക്കുന്നവരാണ്. ഹാർട്ട് അറ്റാക്കിന് ശേഷം കഴിക്കുന്ന ഒരുപാട് മരുന്നുകൾ, പല മരുന്നുകളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. എന്ന് വെച്ചാൽ ഒന്നിന്റെ ഗുണം മറ്റൊന്നിന് കിട്ടുന്ന പോലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാറ്റിൻ മരുന്നുകൾ കൊളസ്ട്രോളിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണെങ്കിൽ പോലും ഈ മരുന്നുകൾ ഹാർട്ട് അറ്റാക്കിന് ശേഷമുള്ള നീർക്കെട്ട്, രക്തധമനികൾ ഉണ്ടാവാതെ സഹായിക്കുന്നുണ്ട്. അത് കാരണം ഭാവിയിൽ ബ്ലോക്ക് വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. മറ്റു ചില മരുന്നുകൾ ഹൃദയത്തിന്റെ മിടിപ്പ് കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാലിന് എല്ല് പൊട്ടിയ ഒരു വ്യക്തി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഹൃദയത്തിന് ഡാമേജ് സംഭവിച്ച അറ്റാക്കുള്ള ഒരു വ്യക്തി ഹൃദയത്തെ കൊണ്ട് ഓവറായിട്ട് വർക്ക് ചെയ്യിക്കാൻ പാടില്ല. അതിനായിട്ടാണ് ബീറ്റാ ബ്ലോക്കർ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. മറ്റു ചില മരുന്നുകൾ ഹൃദയ മാംസപേശികൾ അറ്റാക്കിന് ശേഷം പമ്പിങ് കുറയുന്നത് തടയാനായിട്ട് ഉപയോഗിക്കുന്ന എയ്സ് ഇൻഹിബിറ്റർ മരുന്നുകളാണ്. ഇതിനു പുറമെ രക്തം കട്ടി കുറക്കുന്ന ആന്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാനും അറ്റാക്ക് വരാതിരിക്കാനും സഹായിക്കുന്നു. രണ്ടാമതായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാർഡിയാക് റീഹാബിലിറ്റേഷൻ. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് പുനരുജ്ജീവന പരിപാടിയാണ്. ഈ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യുന്നവരിൽ 35% റിസ്ക് കുറയുന്നുണ്ട്. ഇത് 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് എക്സർസൈസ് മാത്രമല്ല ഉള്ളത്, കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ കുറക്കുന്ന മാർഗങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഹൃദയത്തിന്റെ റിക്കവറി, മസിൽ പമ്പിങ് കൂടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ബൈപ്പാസുകൾ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട്. അവരവർക്ക് അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധ്യമാവുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഇങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. മൂന്നാമത്തേത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അറ്റാക്ക് വന്ന ഒരു വ്യക്തി മുമ്പ് എങ്ങനെയാണോ ജീവിച്ചത് അതിൽ നിന്നും ഒന്ന് മാറ്റി പിടിക്കുകയാണ്. സ്മോക്കിംഗ് ഉള്ള ഒരു വ്യക്തി മുഴുവനായിട്ട് അത് നിർത്തുകയാണ്. അതുപോലെ തന്നെ ഡയറ്റും ഭക്ഷണവും മുഴുവനായിട്ടും നല്ല രീതിയിലേക്ക് മാറുകയാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് പോലുള്ള നീർക്കെട്ട് കുറക്കുന്ന ഭക്ഷണക്രമം ഇങ്ങനെയുള്ളവർ പാലിക്കുന്നുണ്ട്. ഒലിവ് ഓയിലും നട്ട്സും മത്സ്യവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഉറക്കം അവർ കൃത്യതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റിനായിട്ട് ബ്രീത്തിങ് എക്സർസൈസുകൾ ചെയ്യുന്നുണ്ട്. വേണ്ടി വന്നാൽ സ്ട്രെസ്സിന് ഗുളിക കഴിക്കാനും അവർ മടിക്കുന്നില്ല.